രാജു, പിന്നെ ഒറ്റ വാക്കിലൊരു രാഷ്ട്രീയ അവകാശവാദത്തിന് ജെയ്സി തോമസ് ഇല്ല. അങ്ങേക്ക് അങ്ങനെയാണോ അങ്ങയുടെയും നിലപാട്, അതോ കൃത്യമായ ആത്മവിശ്വാസമുണ്ടോ? അല്ല, അദ്ദേഹം രാഷ്ട്രീയ നിലപാട് പറഞ്ഞില്ലെന്നല്ല, പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സൂര്യ തേജസ് ഉണ്ടാകും, നിയമസഭയിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ കുറെ കൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഉത്തരം പറയാനാണ് എനിക്ക് താല്പര്യം. എന്തായാലും കൊട്ടിക്കലാശത്തില് മൈക്കിന്റെ വാട്സിന് എത്ര പവർ കൂടുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതോ ചെണ്ടയുടെ എണ്ണം എത്ര കൂടുതൽ ഉണ്ടായിരുന്നു നോക്കിയല്ലോ ജനവിധി. എനിക്കറിയില്ല, കാരണം കൊട്ടിക്കലാശത്തിന് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല, ഞാൻ നിലമ്പൂർന്ന് പോകുന്നതാണ്. പക്ഷെ നമ്മൾ കൊട്ടിക്കലാശം വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിലയിരുത്തുന്നില്ല. പക്ഷെ അവിടെ കൃത്യമായിട്ട് അറിയാം, എല്ലാ ഘടകങ്ങളും UDF-ന് അനുകൂലമായിരുന്നു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പറഞ്ഞില്ലേ, ഇപ്പൊ എതിർ സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വരാജ് എന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. പക്ഷെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോളം ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരിച്ച് പാപ്പൂട്ടി എന്ന് പറയുന്ന ആത്മബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിലമ്പൂര് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക്, അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം. ശരി,